ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. ഏകദേശം നല്ലൊരു ശതമാനം ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിച്ച് മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോൾ എവിടെയെങ്കിലും ചെന്നിട്ട് ആരെങ്കിലും അങ്ങനെയല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ഫൗണ്ടേഷനും ഇടിഞ്ഞ് താഴെ വീഴും. ഗ്ലോറി. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മളൊരു കിങ് ജെയിംസ് വെർഷൻ ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും മക്കളോട് ചോദിച്ചിട്ട്, മക്കളെ ഇതിൻ്റെ എന്തുവാ, ഇത് അകത്തും പുറത്തും രണ്ടായിട്ട് എനിക്ക് പപ്പയ്ക്ക് ഫീൽ ചെയ്യുന്നല്ലോ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ വായിച്ചു തരും. അപ്പോൾ പലതും മനസ്സിലാകും. കാരണം നമ്മുടെ അകത്തുനിന്ന് വരുന്ന റൈറ്റാ, പക്ഷെ പുറത്ത് എഴുതിയിരിക്കുന്ന ട്രാൻസ്ലേഷൻ തെറ്റാ. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച വ്യക്തികളാണെങ്കിൽ നമുക്കൊരു കോൺഫ്ലിക്റ്റ് അകത്തുനിന്ന് ഫീൽ ചെയ്യും. ഇത് അങ്ങനെയല്ലല്ലോ എനിക്ക് ഫീൽ ചെയ്യുന്നേ, അകത്ത് എനിക്ക് തോന്നുന്നേ. അപ്പോൾ എപ്പോഴും ഒരു കിങ് ജെയിംസ് വെർഷൻ അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വെർഷൻ ട്രാൻസ്ലേഷൻ കൂടെ ഉള്ളത് നല്ലതാണ്. അത് നമ്മളെ നല്ല രീതിയിൽ നയിക്കുവാൻ നടത്തുവാനായിട്ട് ഇടയാകും. ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ ചിന്ത ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ ദൈവദാസന്മാരായ നിങ്ങൾ ആരും പഴയ തലത്തിലായിരിക്കത്തില്ല, വേറൊരു തലത്തിലായിരിക്കും. താല്പര്യമുള്ള ആരൊക്കെ ഇവിടെ ഉണ്ടോ നിങ്ങളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാറും. ആ തിരുവനന്തപുരത്ത് തന്നെ വിളിച്ച ദേവദാസൻ പറഞ്ഞ കാര്യം ഇതാ. ദേവദാസനെ വലിയ സന്തോഷമാകത്ത് ദൈവരായത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹം അവിടെയാണ്. പക്ഷേ നിൽക്കാൻ പറ്റണില്ലല്ലോ. ഇങ്ങ് പോരുക ഭൂമിയിലേക്ക്, ഇങ്ങ് പോരുക, ചിന്ത മുഴുവൻ ഭൂമിയിലേക്ക് ഇങ്ങ് പിടിച്ച് കയറുക, നിൽക്കാൻ പറ്റണില്ല അവിടെ. അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യം അറിയിക്കുക. വേറൊന്നുമല്ല, ഈ ഭൂമിയിൽ നിന്ന് എന്ത് മുകളിലേക്ക് എറിഞ്ഞാലും എങ്ങോട്ടേക്കാ പോരൂ? ഭൂമിയിലേക്കേ പോരൂ. ഗ്ലോറി. ഒരു തേങ്ങ വീണാലും മാങ്ങ വീണാലും അത് അമേരിക്ക വീണാലും കേരളത്തിൽ വീണാലും ഭൂമിയിലേക്കേ പോരൂ. ഇതേപോലെയാണ് നമ്മുടെ ചിന്തകൾ. കാരണം ഗ്രാവിറ്റേഷൻ, ഭൂഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷൻ, ഒരു പുള്ള്. ഇതേപോലെ നമ്മുടെ ചിന്തകളെല്ലാം പുള്ള് ചെയ്തിടുന്ന സംവിധാനമാണ് പിശാചിൻ്റെ ലോക സംവിധാനം. നമ്മുടെ ചിന്തകളെയൊക്കെ വലിച്ച് താഴേക്ക് ഇടുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കർത്താവ് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി തന്നത്, പിശാചിൻ്റെ അഡ്വാൻസ്മെൻറ്റ് സഭകളുടെ അറിവില്ലായ്മയിൽ അവർ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, പരിജ്ഞാനമില്ലാത്തതിനാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പിശാച് ഇത്രയും അവൻ്റെ സിസ്റ്റം, ലോക സിസ്റ്റം, അവൻ്റെ സിസ്റ്റം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ സ്നേഹിക്കരുത്. അത് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അഡ്വാൻസ് ചെയ്യുന്നതോറും ജനം പാപത്തിൽ പിടിമുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 1980, 81, 82 കാലയളവിൽ ഇന്നത്തെ പോലെ എളുപ്പം പാപം ചെയ്യാനൊന്നും പറ്റൂല. ഇന്നത്തെ പോലെ എളുപ്പം പാപം ചെയ്യാനൊന്നും പറ്റില്ല. ഇന്ന് പാപം സുലഭമല്ലേ. കാലം കഴിയും തോറും പിശാച് അഡ്വാൻസ് ചെയ്ത് മുന്നോട്ടേക്ക് പോയി. നമ്മൾ എവിടെ നിന്നു? നമ്മൾ അന്നും ബൈബിൾ ക്ലാസ് നടത്തും, ഒരു കൺവെൻഷൻ നടത്തും, ഒരു വെള്ളിയാഴ്ച മീറ്റിംഗ്, പിന്നെ ഒരു ഞായറാഴ്ച മീറ്റിംഗ്, ഒരു സൺഡേ സ്കൂള്, അന്നും ഇന്നും തന്നെ. പക്ഷെ എവിടെ മാറി പിശാചിൻ്റെ സിസ്റ്റം? 1980 നിന്ന് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ സംവിധാനം ഇല്ല. ആർക്കെങ്കിലും ഇതാ ഇന്ന് 1.5 വയസ്സ് 2 വയസ്സുകാരൻ കൊച്ചിൻ്റെ കയ്യിലിരിക്കണ മൊബൈലിലുണ്ട് പോൺ ഫിലിം. എൻ്റെ റൂമിൻ്റെ അകത്തുണ്ട്. നമ്മുടെ ഒന്നും പിള്ളേരെ പിടിച്ചാൽ കിട്ടില്ല ഇന്ന്. അവരുടെ റൂമിൻ്റെ ഉള്ളിൽ ബാത്റൂം, എൻ്റെ കയ്യിലിരിക്കണ മൊബൈലാണ്. ഇതാ സെക്സ് ഫിലിം, ബ്ലൂ ഫിലിം അതിൻ്റെ ഉള്ളിൽ കിടക്കുക. ലീഗലാണത്. അത് ഇലീഗലല്ല, ലീഗൽ. ഗ്ലോറി. ഈ മക്കളുടെ ഹൃദയം, ഈ സ്കൂളിൽ പോകുന്ന ഈ കുഞ്ഞുങ്ങളുടെ, കോളേജിൽ പോകുന്ന ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയം മുഴുവൻ എന്താ? ഈ ചിന്തകൾ അതിൻ്റെ അകത്തിരിക്കണേ. ഇതിൻ്റെ അകത്തേക്ക് ദൈവവചനം കയറി എവിടെ കയറാനാ? പിശാച് അഡ്വാൻസ്, അവൻ്റെ സിസ്റ്റം അഡ്വാൻസ്. 1980 ഇങ്ങനെ ഒരു ചിത്രം വേണമെങ്കിൽ അത് ഒളിച്ചും പാത്തും. അല്ല, അന്ന് ഈ മണ്ഡലങ്ങൾ അധികം വെളിപ്പെട്ടിട്ടില്ല. അന്ന് മാസികകളേ ഉള്ളൂ, മാസികകൾ. അത് ഒളിച്ചും പാത്തൊക്കെയാ ഈ ആളുകൾ വാങ്ങിക്കാൻ പോണേ.
എന്നാൽ അത് താഴേക്ക് വന്നു 91, 92 ഇൻ്റർനെറ്റ് അത് ഇത് പുറത്തേക്ക് കയറി വന്ന് അഡ്വാൻസ് ചെയ്യാൻ തുടങ്ങി. തുടർന്ന് ഈ സംഭവങ്ങൾ ടി വിയിലൂടെയൊക്കെ വരാൻ തുടങ്ങി. അത് ടി വി സെക്ഷൻ, ടി വിയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു. എന്നാൽ തുടർന്ന് കടന്നു വന്നപ്പോൾ കമ്പ്യൂട്ടറിലേക്കായി. തുടർന്ന് അപ്പോഴാണ് ഈ ഇൻ്റർനെറ്റ് കഫേകൾ നിറഞ്ഞുകൂടിയത്. കാരണം ഈ പിള്ളേരെല്ലാം ഇൻ്റർനെറ്റ് കഫേയുടെ ഉള്ളിൽ കയറും. ഇപ്പം ഇൻ്റർനെറ്റ് കഫേ അടഞ്ഞു, കാരണം കയ്യിലേക്ക് മൊബൈലെത്തി, എല്ലാം മൊബൈലിൻ്റെ ഉള്ളിലുണ്ട്. അവൻ്റെ സിസ്റ്റം അഡ്വാൻസ് ചെയ്ത് ഇതാ മനുഷ്യൻ്റെ ഹൃദയത്തെ പിടിച്ച് കുലുക്കിയിരിക്കുക. ഗ്ലോറി. നമ്മൾ ദൈവവചനം പറയുന്നു, ഇവിടെ ഇരിക്കുന്ന വ്യക്തികളുടെ മുകളിൽ ചേമ്പലയുടെ മുകളിൽ വെള്ളം വീണതുപോലെ വീണ് തെറിച്ചു പോകുന്നു, ഒന്നും കേറുന്നില്ല. പിശാച് പിടിക്കുക, വചനം വീണ ഉടനെ അവൻ വന്നു. ഗ്ലോറി. ഇതിലൂടെ എല്ലാം അവൻ എന്നാ ചെയ്യണേ? ഗ്രാവിറ്റേഷൻ പുൾ ടുവേഴ്സ് എർത്ത്, ലോകത്തിലേക്ക്, ഭൂമിയിലേക്ക് വലിക്കുകയാ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ചിന്തകളെ വലിക്കുകയാ, താഴേക്ക് വലിക്കുകയാ. What we have to overcome these things, ഇതിനെ ഓവർകം ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്നാ ഉണ്ട്? സൺഡേ സ്കൂൾ, ഒരു പ്രസംഗം, 3 പാട്ട്. നമ്മൾ അന്നും ഇന്നും ഒരേപോലെ നിൽക്കുന്നു, പക്ഷെ സ്വർഗം അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. നമ്മളിത് കേട്ട് മനസ്സിലാക്കി ഇതാ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവവചനം പറയുന്നു, കുഞ്ഞെ, അവൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ whatsoever born of God will overcome the world. അവൻ എന്തൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇതാ എന്നിൽ നിന്ന് ജനിക്കുന്നതൊക്കെയും, അതായത് ദൈവത്തിൽ ജനിക്കുന്നതൊക്കെയും ഈ ലോകത്തെ ജയിക്കുന്നു. ഗ്ലോറി. അവൻ ഒരു ഭാഗത്ത് അഡ്വാൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ മുകളിൽ അഡ്വാൻസ് ചെയ്തിരിക്കും. ഗ്ലോറി. ആ ഒരു തലത്തിലേക്ക് നമ്മൾ വളരണോ? അങ്ങനെ വരുമ്പോൾ ഇതാ പിശാച് തൻ്റെ ലോക സംവിധാനത്തിലൂടെ നമ്മുടെ ഭൂമിയിലേക്ക് വലിക്കുമ്പോൾ സ്വർഗം തൻ്റെ ദൈവ സംവിധാനത്തിലൂടെ നമ്മളെ സ്വർഗത്തിലേക്ക് വലിക്കും. ഗ്ലോറി. ഹല്ലേലൂയ. ഈ ഒരു തലത്തിലേക്ക്, അതായത് നമ്മൾ ഇനി ഭൂമി ജീവിക്കത്തില്ലെന്ന്, നമ്മൾ സ്വർഗത്തിൽ ജീവിക്കുമെന്ന്, എന്നിട്ട് ഭൂമിയിൽ പ്രവർത്തിക്കും. പിടുത്തം കിട്ടിയില്ല. നമ്മളിന്ന് ഭൂമി ജീവിച്ച് ഭൂമി പ്രവർത്തിക്കുക, അതുകൊണ്ടാണ് തോറ്റുപോണേ. എന്നാൽ യഥാർത്ഥ മക്കള് അവര് സ്വർഗത്തിന്റെ പൗരന്മാരാ. അവര് സ്വർഗത്തിൽ ജീവിച്ച് ഭൂമിയിൽ പ്രവർത്തിക്കണം. സ്വർഗത്തിൽ ജീവിച്ച് ഭൂമി പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ഈ ഒരു തലത്തിലേക്ക് വരുമ്പോൾ പിശാച് പരാജയപ്പെടാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ സ്വർഗമണ്ഡലത്തിലേക്ക് ഇവന് പ്രവേശനമില്ല. ഹല്ലേലൂയ. അത് മക്കളുടെ സ്ഥലമാ, അത് മക്കളുടെ സ്ഥലം. മക്കൾക്ക് മാത്രമേ അവിടെ പറ്റുള്ളൂ. നമ്മൾ സ്വർഗത്തിൻ്റെ പൗരന്മാരാ. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ പൗരന്മാരാ. ഇതുകൊണ്ട് നമ്മുടെ പ്രവർത്തന രീതി മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ മനുഷ്യൻ്റെ സ്വർഗം മനുഷ്യനിലൂടെ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കുക. കാരണം നമ്മൾ കഴിക്കുന്ന ഒരാഹാരം മാലാഖമാര് കഴിക്കത്തില്ല. നമ്മൾ കഴിക്കുന്ന ഒരാഹാരം മൃഗങ്ങളും കഴിക്കത്തില്ല. നമ്മൾ കഴിക്കുന്ന ഒരാഹാരം മാലാഖമാര് കഴിക്കത്തില്ല. അതേതാണ് ആഹാരം? നമ്മൾ കഴിക്കുന്ന ഒരാഹാരം, നമ്മൾ ബീഫ് കഴിക്കും. മാലാഖ എന്നാലും ബീഫ് കഴിക്കുമോ? മീൻ കഴിക്കും. മാലാഖമാർ ബീഫ് കഴിക്കുമോ? ഇറച്ചിയും മുട്ടയും ഇതൊന്നും അവർ കഴിക്കത്തില്ലെന്ന്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഒരാഹാരം മൃഗങ്ങളും കഴിക്കത്തില്ല. വേറൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനം. ഗ്ലോറി. അത് മൃഗങ്ങളും കഴിക്കത്തില്ല. ഇതാ ഇറച്ചി, മുട്ട, മീന് മാലാഖാവിനും കഴിക്കത്തില്ല. പക്ഷെ നമുക്ക് രണ്ടും വേണം. നമുക്ക് മാലാഖമാരുടെ അപ്പവും വേണം, മൃഗങ്ങൾ കഴിക്കുന്നതും വേണം. രണ്ടും വേണം. കർത്താവ് പിശാചിനോട് പറഞ്ഞപ്പോഴെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. പിശാചിനോട് പറഞ്ഞു കൊടുത്തു. പിശാച് പറഞ്ഞു, ഈ കല്ല് അപ്പമാക്കിയിട്ട് നീ കഴിക്കാൻ. അപ്പോൾ കർത്താവിൻ്റെ തിരിച്ചു പറഞ്ഞു കൊടുത്തേ, ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ സാധനം പ്രത്യേക ഒരു സാധനമാണ്. അത് മാലാഖമാരെ പോലെ ആത്മമണ്ഡലത്തിൽ മാത്രം ജീവിക്കേണ്ടവരല്ല, മൃഗങ്ങളെ പോലെ ഭൗതിക മണ്ഡലത്തിൽ മാത്രം ജീവിക്കേണ്ടതല്ല. ഞാൻ പാരഫ്രൈസ് ചെയ്യുകയാണേ.
പാരഫ്രൈസ് എന്ന് വെച്ചാൽ വിശദീകരിക്കുക. മാലാഖമാരെ പോലെ ആത്മമണ്ഡലത്തിൽ മാത്രം ജീവിക്കേണ്ടവരല്ല, മൃഗങ്ങളെ പോലെ ജഡമണ്ഡലത്തിൽ മാത്രം ജീവിക്കേണ്ടവരല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മണ്ഡലത്തിലും ഒരുമിച്ച് ജീവിക്കേണ്ടവനാ. ആത്മമണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും ഒരുമിച്ച് അവൻ ജീവിക്കേണ്ടതാ. അതുകൊണ്ട് ഇവന് 2 ടൈപ്പ് ഫുഡ് വേണം. മാലാഖമാരുടെ വേണം, മൃഗത്തിൻ്റെ വേണം. അതുകൊണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഓരോ വചനം കൊണ്ട് ജീവിക്കുന്നു. ഗ്ലോറി. അവൻ്റെ പൗരത്വം അങ്ങ് സ്വർഗത്തിലാണ്. അവൻ സ്വർഗത്തിൽ ജീവിച്ച് ഭൂമിയിൽ വെളിപ്പെടും. ഗ്ലോറി. ഹല്ലേലൂയ. സ്വർഗത്തിൽ ജീവിച്ച് ഭൂമിയിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഭൂമി അവനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വിഷയമേ ഇല്ല. സ്വർഗത്തിനെ അവനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റൂ. കാരണം സ്വർഗം അവൻ്റെ എൻട്രൻസാ, ഭൂമി അവൻ്റെ എക്സിറ്റാ. പിടുത്തം കിട്ടിയില്ല. സ്വർഗത്തിലൂടെയാണ് അവൻ്റെ സിസ്റ്റത്തിൽ പ്രവേശനം. ഭൂമി എക്സിറ്റാ, വാതിലാ. സ്വർഗത്തിൻ്റെ ഭൂമിയിലേക്കുള്ള വാതിലാ മനുഷ്യൻ. ആദ്യമേ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഓർക്കുന്നോ? ഭൂമി എക്സിറ്റാ, എൻട്രൻസ് അല്ല. ഇറ്റ്സ് ഇല്ലീഗൽ ടു എൻ്റർ ത്രൂ എക്സിറ്റ്. പുറത്തേക്കുള്ള വഴിയുടെ അകത്തേക്ക് കയറുന്ന ഇല്ലീഗലാണെന്ന്. ഇതുകൊണ്ടാ പറഞ്ഞേ, ഇനി കാഴ്ചയാൽ ജീവിക്കരുത്. ഇറ്റ്സ് ഇല്ലീഗൽ. ദൈവരാജ്യത്തിൽ അത് ഇല്ലീഗലാ. ഹല്ലേലൂയ. ഞാൻ പറയുന്നതിൽ ഒപ്പത്തിനൊപ്പം വരാൻ പറ്റുന്നുണ്ടോ? വന്നില്ലേലും കുഴപ്പമില്ല. അടുത്ത സെക്ഷനുകൾ ചിത്രങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കാര്യങ്ങൾ. കാരണം ഞാൻ ഈ പറയുന്നത് ധാരാളം അദൃശ്യ മണ്ഡലത്തിലെ കാര്യങ്ങൾ, അദൃശ്യ മണ്ഡലത്തിലെ അല്ല. സീയിങ് ദ അൺസീൻ ഈസ് ഫെയ്ത്ത്. ഹല്ലേലൂയ. നമ്മുടെ ഇനി ജീവിതം അങ്ങനെയാ, ബൈ ഫെയ്ത്ത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ. വിശ്വാസം എന്ന് വെച്ചാൽ കാണുന്നതല്ല, കാണാത്തതാ. കാണുന്നതിനായി വിശ്വസിക്കേണ്ട ഒരാവശ്യമില്ല. ഇത്